മത്സരം നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂട്ടായ തീരുമാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മുന്നണി രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ. അവർ എല്ലാ കാലവും ഇത് ചോദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ടോ? അപ്പോൾ അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അർഹതയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യവും ചർച്ചകളുണ്ടാകും. പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് ഒരു മുന്നണി മുന്നോട്ട് പോവുക. അത് ഞങ്ങളുടെ ചർച്ചകളിൽ അന്തിമമായിട്ട് ഉരുത്തിരിഞ്ഞ് വരും. കഴിഞ്ഞ 10 വർഷമായി കേന്ദ്ര സർക്കാർ ജനങ്ങൾക്കൊന്നും ചെയ്തില്ല. ഇപ്പോൾ ഭാരതരി വ്യാപകമായി കൊണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലല്ല, ഭാരത് ഭരിയിൽ പുള്ളിയുടെ ഫോട്ടോയും വെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ. ആളുകൾ തിന്നുന്നത് മുമ്പ് പുള്ളിയുടെ ഫോട്ടോ കണ്ടിട്ടേ തിന്നാൻ പാടുള്ളൂ, അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് വെച്ചിരിക്കുന്നത്. 10 കൊല്ലമായിട്ട് ഈ രാജ്യത്ത് വിലക്കയറ്റവും തൊഴിലില്ലായ്മ ഏറ്റവും പീക്കിൽ നിൽക്കുമ്പോൾ ഒരു നടപടിയെടുക്കാത്ത കേന്ദ്ര സർക്കാർ ഈ അവസാന തിരഞ്ഞെടുപ്പ് വരുമ്പോൾ തട്ടിക്കൂട്ടിയിട്ടുള്ള നടപടിയുമായി വന്നാൽ ജനം അത് വിശ്വസിക്കുന്ന വിചാരിക്കണം. ഈ അന്നം തരുന്ന കൃഷിക്കാരനെ വെടിവെച്ച് കൊല്ലുന്ന സർക്കാരല്ലേ ഇത്? അരി ഇവിടെ കിട്ടുന്നത് എങ്ങനെയാണ്? ഈ അരിയൊക്കെ ആരുണ്ടാക്കിയതാണ്? ആ പാവപ്പെട്ട കൃഷിക്കാരൻ അവൻ്റെ എല്ലാ കഷ്ടപ്പാടും പാടുപെട്ടിട്ട് കൃഷി ചെയ്തുണ്ടാക്കിയിട്ട് അവനൊന്ന് സമരം ചെയ്യാനുള്ള അവകാശം പോലും ഇല്ല. ഒന്ന് സമരം ചെയ്യാനുള്ള അവകാശമില്ല. സമരം ചെയ്തതിൻ്റെ പേരിലാണ് ഹരിയാനയിലെ പോലീസ് പോയി പഞ്ചാബിൻ്റെ അതിർത്തിയിൽ പോയി വെടിവെച്ച് കൊന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ടിയർ ഗ്യാസ് ഷെല്ല് വാങ്ങിക്കാൻ, ലാത്തി ചാർജ് ചെയ്യാൻ, ഇതിനാവശ്യമായിട്ടുള്ള മർദ്ദനോപകരണങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഉറുപ്പിയാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ചെലവഴിച്ചിരിക്കുന്നത്. ആർക്കെതിരെ? കൃഷിക്കാരെ നേരിടാനായിട്ട്. ഇതാണ് ഒരു സർക്കാരിൻ്റെ പ്രയോറിറ്റി. ഇതെല്ലാം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കാണിക്കില്ല എന്ന് എനിക്കറിയാം. ഇന്നലെ ഞാൻ ഇന്ന് ഇവിടുത്തെ അതന്നെ ഞാൻ പറഞ്ഞത്. ഏത് മാധ്യമങ്ങൾ കാര്യമായിട്ട് ഏതെങ്കിലും കാലത്ത് കേട്ടിട്ടുണ്ടോ? 2019 ഒരു കേസ്. എന്താ കേസ്? 2 ആഴ്ച ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കാൻ വൈകി. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇൻകം ടാക്സ് ഇല്ല. ആ 2 ആഴ്ച വൈകിയത് 2019 നടന്നത്. 5 കൊല്ലം കഴിഞ്ഞു. ഈ 2024 മാർച്ച് ഇലക്ഷന് ഒട്ടു മുമ്പ് ഞങ്ങളുടെ 65 കോടി രൂപ കട്ടോണ്ട് പോകാന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഞങ്ങളുടെ പ്രവർത്തകർ സംഭാവന കൊണ്ട് സ്വീകരിച്ച പണമാണത്. ഇത് മുതലാളിയുടെ പണമല്ല, ഇത് അഡാനിയുടെയും അംബാനിയുടെയും പണമല്ല. ഇത് പാവപ്പെട്ടവൻ പിരിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം. യൂത്ത് കോൺഗ്രസ്സുകാരുടെ മെമ്പർഷിപ്പിൻ്റെ പണമാണ്. അവിടെ നിന്ന് 4 കോടി എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. എന്ത് വിധി? 200 കോടി രൂപ ഞങ്ങൾ ഇലക്ഷന് വൈറ്റ് മണി ആയിട്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചിലവാക്കിയത് 200 കോടി രൂപ 2019. അതിൽ 14 ലക്ഷം രൂപ ക്യാഷായിട്ട് കൊടുത്തു എന്നാണ് ഇപ്പോൾ ആക്ഷേപം പറയുന്നത്. അതിൽ 1 ലക്ഷം രൂപ എൻ്റെതാണ്. എം പിമാരുടെ ശമ്പളത്തിൻ്റെ ലെവി കൊടുക്കുമ്പോൾ ഞാൻ 1 ലക്ഷം രൂപ ചെക്ക് കൊടുത്തതിന് പകരം ക്യാഷ് കൊടുത്തു പോയി അന്ന്. അങ്ങനെ ഞങ്ങളെപ്പോലെയുള്ള എം പിമാർ 10-13 പേരുണ്ടായിരുന്നു. ആ 14 ലക്ഷം കൊടുത്തതിൻ്റെ പേരിലാണ് 150 കോടി നിങ്ങൾ പെനാൽറ്റി അടക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ ശബ്ദങ്ങളെയെല്ലാം നിശബ്ദമാക്കാൻ രാഹുൽ ഗാന്ധിക്കെതിരെ വേണ്ടല്ലോ. നിങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച 3 കേസാണ്. 23 കേസായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ. 23 കേസ്. എല്ലാ സ്റ്റേറ്റിലും ഓരോ കേസ് വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷ ശബ്ദങ്ങളെയെല്ലാം വായ്മൂടി കെട്ടാൻ, ജയിലിലാക്കാൻ നടപടി. തിരിച്ചെന്നാലുണ്ടോ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നിങ്ങൾ മാധ്യമങ്ങളൊന്നും അതൊന്നും റിപ്പോർട്ട് ചെയ്യില്ല. 30 കമ്പനികൾ. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിൽ മാധ്യമങ്ങളെ കാണുവാണ്. മുസ്ലിം ലീഗിന് 3-ാം സീറ്റിന് അർഹതയുണ്ട് എന്നും ലീഗ് 3-ാം സീറ്റ് ചോദിക്കുന്നതിൽ തെറ്റില്ല എന്നും മുന്നണി ബന്ധം ദൃഢമാക്കാൻ വേണ്ടി അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സമവായത്തിലൂടെ പരിഹരിക്കുമെന്നാണ് KC വേണുഗോപാൽ ആലപ്പുഴയിൽ പറഞ്ഞത്.